ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും GIB അടിപൊളിയായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ എന്താണ്, മക്കൾ ചെയ്തതൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ. അപ്പോൾ നമുക്കൊന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. So one can distinguish a leaflet from the leaf by the absence of anatomy ലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 1 midrib, petiole, 3 axillary bud, 4 venation. അതായത് നമുക്കറിയാം ഒരു ലീഫ് അല്ലേ, നമുക്ക് പല ടൈപ്പ് ലീഫ് ഉണ്ട്. സിമ്പിൾ ലീഫ് ഉണ്ട്, കോമ്പൗണ്ട് ലീഫ് ഉണ്ട്. സിമ്പിൾ ലീഫ് എന്ന് പറയുമ്പം ഇത് സ്റ്റെം ആയിരിക്കും. സ്റ്റെമ്മിൽ നമുക്കറിയാം നോഡ്സ് ഉണ്ട്. നോഡിൻ്റെ സൈഡിൽ കുറച്ച് കഴിയുമ്പം ആക്സിലറി ബഡൊക്കെ വരും അല്ലേ. അപ്പം ഇവിടുന്നാണ് നമ്മുടെ എന്തുണ്ടാവുക, നമ്മുടെ സിമ്പിൾ ലീഫ് ഉണ്ടാകുന്നത്. ഇസ്ന്റ് ഇറ്റ്? ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു എവ്രി വൺ. നമ്മുടെ സിമ്പിൾ ലീഫ് ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാവും. അപ്പം ലീഫിൻ്റെ സ്റ്റോക്കിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പീറ്റിയോൾ ഓഫ് ദ ലീഫ് എന്ന് പറയും അല്ലേ. ഇതാണ് പീറ്റിയോൾ ഓഫ് ദ ലീഫ്. ഇതാണ് ലീഫിൻ്റെ ലാമിന. പിന്നെ അതിൽ തന്നെ മിഡ്രിബ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, വെയിൻലെറ്റ്സ് ഉണ്ട്, അങ്ങനെയാണ് ഉണ്ടായിരിക്കുക. പക്ഷേ ഒരു കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുറേ ലീഫ്ലെറ്റ്സ് ഉണ്ടാവും അല്ലേ. അതായത് ഇങ്ങനെ ചെറിയ ചെറിയ ടൈനി ലീഫ്ലെറ്റ്സ് ഒരു മെയിൻ ആക്സിസിൽ നിന്നും, ആ കോമൺ ആക്സിസിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, നിങ്ങൾക്കറിയുമോ? റാച്ചസ് എന്ന് പറയും അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ കോമ്പൗണ്ട് ലീഫ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് മിഡ്രിബ്, പീറ്റിയോള്, വീനേഷനൊക്കെ കാണാൻ പറ്റും. പക്ഷെ ദേ വോണ്ട് ഹാവ് ആക്സിലറി ബഡ് ബിക്കോസ് അതെന്താണ്, അവർ ഒരു മെയിൻ ലീഫിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദി ആൻസർ ഷുഡ് ബി ഓപ്ഷൻ 3 ബിക്കോസ് they will not have axillary buds but they will have midrib, venation and petiole അല്ലേ. I hope this is clear to all of you. Venation എന്ന് വെച്ചാൽ എന്താ? arrangements of veins in the leaf അല്ലേ. അത് നമുക്ക് ലീഫ്ലെറ്റിലും കാണാൻ പറ്റും. നെക്സ്റ്റ്, buliform cells are present in dicot stem, lower epidermis of monocot leaves, upper epidermis of dicot leaves, upper epidermis of monocot leaves. നമുക്കറിയാം മോണോകോട്ട്സിൽ ചില സെല്ലുകൾ, അതായത് ചില പ്ലാന്റിൻ്റെ ലീഫിൽ നമുക്കറിയാം ഒരുപാട് സൺലൈറ്റും ഹൈ ടെമ്പറേച്ചറൊക്കെ വരുമ്പോൾ വാട്ടർ സേവിങ്ങിനായിട്ട് ഈ ലീഫ് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കേളിൻ ചെയ്യും അല്ലേ. അതിനുവേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ചില സെല്ലുകളുണ്ട്. അവരുടെ എന്താ പറയുക, അപ്പർ എപ്പിഡെർമിസിലെ ചില സെല്ല്, ഇത് ലീഫിൻ്റെ എപ്പിഡെർമൽ സെല്ലാണെങ്കിൽ ചില സെല്ലുകൾ എന്തായി മാറും? കളർലെസ് സെൽസ് ആയിട്ട് മാറും. അവരെയാണ് നമ്മൾ ബ്യൂളിഫോം സെൽസ് എന്ന് പറയുന്നത്. അവരുള്ളത് കൊണ്ടാണ് ആ ലീഫിന് സാധാരണ ടെമ്പറേച്ചേഴ്സിലും സൺലൈറ്റിലും എന്താ പറയുക, എൻലാർജ് ചെയ്യാനും അതായത് വിടർന്ന് നിൽക്കാനും, അതുപോലെ അല്ലാത്ത സമയത്ത് വരുമ്പോൾ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് വരുമ്പോൾ ഉള്ളിലേക്ക് കേളിൻ ചെയ്യാനും പറ്റുന്നത് അല്ലേ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദി ആൻസർ എന്താണ്? യെസ്, എല്ലാവരും പറഞ്ഞേ ഓപ്ഷൻ 4 ആണ് അല്ലേ. യെസ്, ഓപ്ഷൻ 4, അപ്പർ എപ്പിഡെർമിസ് ഓഫ് ദ മോണോകോട്ട് ലീഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദി ആൻസർ ഇസ് ഓപ്ഷൻ 4. തേർഡ് ക്വസ്റ്റ്യൻ, ദ only plant cells without nucleus among the following are. ന്യൂക്ലിയസ് ഇല്ലാത്ത, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രെയിൻ ഓഫ് ദ സെല്ലാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ആരാണ് ഇതിലുള്ളത്? ക്യാമ്പിയം സെൽ, സെൽസ് ഓഫ് പെരിസൈക്കിൾ, സൈലം പാരൻകൈമ, സീഫ് ട്യൂബ് എലിമെൻറ്റ്സ്. ഇതിൽ ആരാണ് ന്യൂക്ലിയസ് ഇല്ലാത്തത്? ക്യാമ്പിയത്തിന് ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ. ആൻഡ് പെരിസൈക്കിളിലെ സെൽസിന് ന്യൂക്ലിയസ് ഉണ്ട്. സൈലം പാരൻകൈമാറ്റ സെൽസ് ദേ ആർ ലിവിങ് സെൽസ്, ദേ ഹാവ് ന്യൂക്ലിയസ്. പക്ഷേ സീഫ് ട്യൂബ് എലിമെൻറ്റ്സിന് ന്യൂക്ലിയസ് ഇല്ല. സീഫ് ട്യൂബിൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കമ്പാനിയൻ സെൽസ് ആണ് അല്ലേ. അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കമ്പാനിയൻ സെൽസ് ആണ്, അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ദേ ആർ പാരൻകൈമാറ്റസ്. സീഫ് ട്യൂബ് സെൽസിൻ്റെ പ്രത്യേകത എന്താണ്? സീഫ് ട്യൂബ് എലമെൻറ്റ്സ് നമ്മുടെ ഫ്ലോയത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ആണ് അല്ലേ. നമ്മുടെ ഫുഡിൻ്റെ കണ്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന, ഷുഗേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് ആണ് സീഫ് ട്യൂബ് എലമെൻറ്റ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെജിറ്റേറ്റീവ് ഓർഗൻ ഫോർ ഫോട്ടോസിന്തസിസ് ആർ അറേഞ്ച്ഡ് ഇൻ ബേസിപെറ്റൽ ഓർഡർ, originated from shoot apical meristems, develops at the internode and bears a bud, attached to the stem by pedicel. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഫോർത്ത് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെജിറ്റേറ്റീവ് ഓർഗൻസ് ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലീഫിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അറേഞ്ച്ഡ് ഇൻ ബേസിപെറ്റൽ ഓർഡർ, നോട്ട് എവറിബഡി ഈസ് അറേഞ്ച്ഡ് ലൈക്ക് ദാറ്റ്, അത് ഇൻഫ്ലോറസൻസിലാണ് പറയുന്നത്. ഡെവലപ്സ് അറ്റ് ദ ഇന്റർനോഡ് ആൻഡ് ബെയർസ് എ ബഡ്, അത് അല്ല. അറ്റാച്ച് ടു ദ സ്റ്റെം ബൈ എ പെഡിസൽ, അത് ഫ്ലവർ അല്ലേ. പെഡിസൽ, സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ ആണ് പെഡിസൽ എന്ന് പറയുന്നത്. പക്ഷേ ഒറിജിനേറ്റഡ് ഫ്രം ദ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റംസ് അല്ലേ. നമ്മൾക്കറിയാം ആദ്യം ലീഫ് ഉണ്ടാകുന്നത് ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നാണ്. പിന്നീട് സ്റ്റെം ഇങ്ങനെ വളർന്ന് നോഡുകളൊക്കെ ഫോം ചെയ്യുമ്പോഴാണ് അവിടെ നിന്നും നമ്മൾക്ക് സൈഡുകളിലേക്കും ലീഫ് ഉണ്ടാകുന്നത്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് among the following.
ഫസ്റ്റ് വൺ, റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡൈക്കോട്ട് സ്റ്റെം. അത് ശരിയാണ് അല്ലേ. റിംഗ് ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്താണ്. ഫ്ലോം പാരൻഖൈമ ഈസ് ആബ്സെൻറ്റ്. സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് നമുക്ക് കാമ്പിയൽ റിംഗ് ആണ് കാണാൻ പറ്റുന്നത് കേട്ടോ. യെസ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാസ്കുലാർ ബണ്ടിൽ ഒരു റിംഗ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് ഒരു റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പം അവരിങ്ങനെ, ഓർക്കുന്നില്ലേ നിങ്ങളിതാ ഇങ്ങനെ 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 കോൺജോയിൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇസ്ന്റ് ഇറ്റ്? യെസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇവരുടെ പ്രത്യേകതയാണ്. ഫ്ലോം പാരൻകൈമ ഈസ് ആബ്സെൻറ്റ് ഇൻ മോണോകോട്ട് സ്റ്റെം. അത് ശരിയാണ് അല്ലേ. മോണോകോട്ട് സ്റ്റെം ഹാസ് സ്ലിറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. അതും ശരിയാണ്. അതുകൊണ്ടാണ് നമുക്കൊരു ഹാർഡ് അപ്പിയറൻസ് അവിടെ കൊടുക്കുന്നത്. ഇൻ മോണോകോട്ട് സ്റ്റെം പെരിഫറൽ വാസ്കുലാർ ബണ്ടിൽസ് ആർ ജനറലി ലാർജർ ദാൻ സെൻട്രലി ലൊക്കേറ്റഡ് വാസ്കുലാർ ബണ്ടിൽ. പക്ഷേ നടുക്കുള്ള വാസ്കുലാർ ബണ്ടിൽസ് അല്ലേ വലുത്. പെരിഫറിയിലേക്ക് പോകുന്തോറും വാസ്കുലാർ ബണ്ടിലിൻ്റെ സൈസ് കുറഞ്ഞല്ലേ വരിക, ചെറുതായിട്ടല്ലേ വരിക, ബിക്കോസ് അവർ സ്കാറ്റേർഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. യെസ്, സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ് അല്ലേ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദി ആൻസർ ഇസ് ഓപ്ഷൻ 4. അത് തെറ്റാണ്. Lateral branch arising from the basal and underground portion of stem, growing horizontally beneath soil and then coming out obliquely upward. ഇവിടെ സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ആ മെയിൻ പ്ലാന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ലാറ്ററൽ ബ്രാഞ്ച് ഹൊറിസോണ്ടലി ബിനീത്ത് ദ സോയിലാണ് വളരുന്നത് അല്ലേ. മണ്ണിൻ്റെ അടിയിൽ കൂടിയാണ് അപ്പോൾ അവർ റൺ ചെയ്യുന്നത്. ആൻഡ് ദെൻ കമ്മിങ് ഔട്ട് ഒബ്ലിക്കലി അപ്വേർഡ്. അപ്പം ഇത് നോഡിൽ നിന്ന് അവർ പുറത്ത് വന്നു, ഇലോങ്കേറ്റ് ചെയ്തു, ഇൻ്റർനോഡ് എത്തിയപ്പം അവിടെ നിന്ന് റൂട്ട്സ് വന്നു, പുറത്തേക്ക് ഇതാ ബേബി ഷൂട്ട് വരുന്നു, പിന്നെയും അതുപോലെ തന്നെ അല്ലേ. സോ ബട്ട് ദേ ആർ റണ്ണിങ് അണ്ടർ ദ ഗ്രൗണ്ട്. അണ്ടർഗ്രൗണ്ട് റണ്ണേഴ്സിന് നമ്മൾ പറയുന്നത് എന്താണ്, സക്കർ എന്നാണ് പറയുന്നത് അല്ലേ. അണ്ടർഗ്രൗണ്ട് റണ്ണേഴ്സിൻ്റെ എക്സാമ്പിൾ അണ്ടർഗ്രൗണ്ട് റണ്ണറാണ്, അതായത് മണ്ണിൻ്റെ അടിയിൽ കൂടി റൺ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് സക്കർ. അപ്പം അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യെസ്, നമുക്കറിയാം റണ്ണറിൻ്റെ എക്സാമ്പിളാണ് ഗ്രാസ്, സ്ട്രോബെറി, ഓക്കെ. ആൻഡ് ഓഫ്സിറ്റിൻ്റെ എക്സാമ്പിളാണ് ഏക്നോറിയ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വാട്ടർ ഹൈസിയാന്തിലെ പിന്നെ അക്വാട്ടിക് റണ്ണേഴ്സ് പിസ്റ്റിയ, ഓക്കെ. സ്റ്റോളോൻ്റെ എക്സാമ്പിളാണ് ജാസ്മിനും മിൻറ്റും. സക്കറിൻ്റെ എക്സാമ്പിളാണ് പൈനാപ്പിൾ ഉണ്ട്, ക്രൈസാന്തിമം ഉണ്ട്, ആൻഡ് ബനാന ഉണ്ട് അല്ലേ. അതൊക്കെ സക്കേഴ്സിൻ്റെ എക്സാമ്പിളാണ്. സോ സിക്സ്ത് ക്വസ്റ്റ്യൻ ദി ആൻസർ ഇസ് ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th question, കൊയർ yielding പാർട്ട് ഓഫ് കോക്കനട്ട് ഈസ്. എന്താണ് കോക്കനട്ടിൻ്റെ കൊയർ ഈൽഡ്? കോക്കനട്ട് എന്ന് പറയുന്നത് ആ ഫ്രൂട്ട് എന്ന് പറയുന്നത് സിംഗിൾ സീഡഡ് ഫ്രൂട്ടാണ് നമുക്കറിയാം. അപ്പം അതിൻ്റെ പെരികാർപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ടർ ലെയറും മിഡിൽ ലെയറും ഒന്നും നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല, ഫ്ലഷി ഒന്നും അല്ല, കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതിന് ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പം കൊയർ yielding പാർട്ട് ഓഫ് കോക്കനട്ട് ഈസ് ഇറ്റ്സ് മീസോകാർപ്പ് അല്ലേ. മിഡിൽ ലെയറാണ്. ഔട്ടർ ലെയർ ഇസ് എപ്പികാർപ്പ്, നടുക്കത്തെ ലെയർ മീസോകാർപ്പ്, ഉള്ളിലത്തെ ലെയറാണ് എൻഡോകാർപ്പ്. സോ 7th question the answer is option 1. 8th question, the leaf cells of gymnosperms have chromosome number 12. Find chromosome number of pollen grain. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് മക്കൾ പറഞ്ഞേ? യെസ്, അതായത് ലീഫ് സെൽസ് ഓഫ് ജിംനോസ്പേംസിൻ്റെ അവരുടെ ക്രോമസോം നമ്പർ ഈസ് 12. അതായത് അവരുടെ ലീഫ് സെൽസ് എന്ന് പറയുന്നത് സൊമാറ്റിക് സെൽസ് ആയിരിക്കുമല്ലോ. അപ്പം 2n is equal to 12 ആണ് അല്ലേ. ആൻഡ് ക്രോമസോം നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പം ഇവരുടെ പോളൻ ഗ്രെയിൻ, അതായത് നമ്മളുടെ എന്താണ് ഈ ജിംനോസ്പേംസിൻ്റെ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഹാഫ് ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പം 12ൻ്റെ ഹാഫ് 6. സോ ദാറ്റ് മീൻസ് 2n is equal to 12 ആകുമ്പോൾ n is equal to 6 ആയിരിക്കുമല്ലോ. സോ ദ ക്രോമസോം നമ്പർ ഓഫ് ദെയർ പോളൻ ഗ്രെയിൻ വിൽ ബി 6, isn't it? So 8th question the answer is 4. I hope this is clear to all of you. 9th question, development of zygote takes place inside female gametophyte in. Zygote ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നത് ആരിലാണ്? സെലാജിനെല്ല, ഫൈനസ്, ജിൻകോ, ഓൾ ഓഫ് ദി അബവ്. ഇത് നമുക്കറിയാം, ഈ ലോവർ പ്ലാന്റ്സിൽ ചിലരിലും നമുക്കറിയാം ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ, അതായത് ആന്ത്രീഡിയം ആർക്കിഗോണിയം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് അവിടെ തന്നെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കാറുണ്ട് അല്ലേ. അപ്പോൾ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഇവരിലെല്ലാവരിലും സെലാജിനെല്ല ടെരിഡോഫൈറ്റ് ആണ്, ജിൻകോയും പൈനസും ജിംനോസ്പേംസ് ആണ്. ഇവരിലൊക്കെ ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ്. സോ 9th question the answer is option 4. 10th question,
സെലക്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പ്രോട്ടോനീമ. പ്രോട്ടോനീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ബ്രയോഫൈറ്റിൻ്റെയും ബ്രിഡോഫൈറ്റിൻ്റെയും ഒക്കെ ലൈഫ് സൈക്കിളിൽ അവരുടെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് അത് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന സ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന ഇത് അവരുടെ സ്പോർ ആണെങ്കിൽ ഹാപ്ലോയിഡ് സ്പോർ ആണ്. ആ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് ആദ്യം ഇങ്ങനെയൊരു സ്ട്രക്ചർ ഉണ്ടാകും, ഒരു ബ്രാഞ്ച് സ്ട്രക്ചർ ഉണ്ടാകും അല്ലേ. അതിന് നമ്മൾ പ്രൈമറി പ്രോട്ടോനീമ എന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ബ്രാഞ്ചിങ് ഒക്കെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയി കഴിയുമ്പോഴേക്കും അതിൽ നിന്നും അവർ ചെറിയ ചെറിയ ബഡ്സ് ഫോം ചെയ്യാൻ തുടങ്ങും അല്ലേ. ചെറിയ ചെറിയ ബഡ്ഡുകൾ ഫോം ചെയ്യാൻ തുടങ്ങും. അതിനെ നമ്മൾ സെക്കൻഡറി പ്രോട്ടോനീമ എന്ന് പറയും. ഈ പ്രോട്ടോനീമ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് അവർക്ക് ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യാറുണ്ട്. എന്നിട്ട് അത് ഓരോന്നും ഓരോ ഗാമറ്റോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. പ്രോട്ടോണീമയിൽ നിന്നാണ് ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത് അല്ലേ. പ്രോട്ടോനീമ ഡയറക്ട്ലി ഡെവലപ്സ് ഫ്രം എ സ്പോർ. പ്രോട്ടോനീമ ഈസ്, ഇതിനെക്കുറിച്ച് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രോട്ടോനീമ ഈസ് ഫൗണ്ട് ഇൻ മാർക്കാൻഷ്യ. പ്രോട്ടോനീമ ഈസ് ഫൗണ്ട് ഇൻ പോളിട്രൈക്കം. 10th ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. പ്രോട്ടോനീമ ഈസ് ഗ്രീൻ ക്രീപ്പിംഗ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻ്റ് സ്റ്റേജ്. ഇത് ശരിയാണ് അല്ലേ. ആൻഡ് പ്രോട്ടോനീമ നമുക്ക് പോളിട്രൈക്കത്തിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, പ്രോട്ടോനീമ ഡയറക്ട്ലി ഡെവലപ്സ് ഫ്രം ദ സ്പോർ. അതും ശരിയാണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പ്രോട്ടോനീമ ഈസ് ഫൗണ്ട് ഇൻ മാർക്കാൻഷ്യ. മാർക്കാൻഷ്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിവർ വോട്ടാണ്. അപ്പം അവർക്ക് പ്രോട്ടോനീമ സ്റ്റേജ് ഉണ്ടോ? യെസ്, ബിക്കോസ് they form for their asexual reproduction, they form gemma cups on their gametophyte അല്ലേ. യെസ്, അപ്പോൾ 10th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോനീമ ഫൗണ്ട് ഇൻ മാർക്കാൻഷ്യ. അത് റോങ് ആണ്. പ്രോട്ടോനീമ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ മാർക്കാൻഷ്യ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ദ പ്രൈമറി പ്ലാന്റ് ബോഡി ദ സ്പെസിഫിക് റീജിയൻസ് ഓഫ് ദ അപ്പിക്കൽ മെരിസ്റ്റം പ്രൊഡ്യൂസസ് ഡെർമൽ ടിഷ്യൂസ്, ഗ്രൗണ്ട് ടിഷ്യൂസ്, വാസ്കുലാർ ടിഷ്യൂസ്, ഓൾ ഓഫ് ദിസ്. പ്രൈമറി പ്ലാന്റ് ബോഡി എന്ന് പറയുമ്പോൾ സീഡ് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടായി വരുന്ന ചെറിയ ചെറിയ ലീഫ്സും ചെറിയ ചെറിയ റൂട്ട്സും ആയിട്ടുള്ള അല്ലേ, പ്രൈമറി റൂട്ട്സും അതുപോലെ ഫസ്റ്റ്ലി ഫോം ലീഫ്ലെറ്റ്സും ആയിട്ടുള്ള ആ പ്ലാന്റ് ബോഡിയാണ്. വെജിറ്റേറ്റീവ് ഗ്രോത്ത് നടക്കുന്ന ആ ഒരു ഫേസ് ആണ് അല്ലേ. യെസ്, അപ്പോൾ എല്ലാം ഫോം ചെയ്യും അല്ലേ. അതായത് അപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ, ഗ്രൗണ്ട് ടിഷ്യൂസും വാസ്കുലർ ടിഷ്യൂസും എല്ലാം ഉണ്ടാകുന്നത്. എൻറ്റയർ ടിഷ്യൂ സിസ്റ്റം അവർ ഫോം ചെയ്യും. Isn't it? So 11th question, the answer is option 4, all of this. I hope this is clear to all of you. Next, 12th question. The meristem that occurs in the mature regions of roots and shoots of many plants and appear later than primary meristem is called intercalary meristem, apical meristem, secondary or lateral meristem, none of this. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? The meristem that occurs in the mature regions of roots and shoots of many plants and appear later than primary meristem. അതെന്താണ്? ഇന്റർകാലറി മെരിസ്റ്റം ആണോ, ആപ്പിക്കൽ മെരിസ്റ്റം ആണോ, സെക്കൻഡറി ഓർ ലാറ്ററൽ മെരിസ്റ്റം ആണോ? നൺ ഓഫ് ദിസ് ആണ്. എന്തിനെക്കുറിച്ചുള്ള ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്? പിന്നീട് ലേറ്റർ സ്റ്റേജസിൽ ഉണ്ടാകുന്ന മെരിസ്റ്റമാണ് എന്ത്? ലാറ്ററൽ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെക്കൻഡറി മെരിസ്റ്റം ഓർ ദ ലാറ്ററൽ മെരിസ്റ്റം. ആപ്പിക്കൽ മെരിസ്റ്റം ആൻഡ് ഇന്റർകാലറി മെരിസ്റ്റം ആർ ദ primary meristems അല്ലേ. 13th question. From the following statements, internal structures, നമ്മൾ എന്താ ഇതിൽ ചെയ്യേണ്ടത്? കറക്റ്റ് ഏതാണ് റോങ് ഏതാണെന്ന് നോക്കണം. Internal structures show adaptations to diverse environments. The basic unit of plant is made up of cells അല്ലേ. അപ്പോൾ 13th questionൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് വരുന്നത്? അതായത് internal structures show adaptations to diverse environments അല്ലേ. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഈവൻ ഇൻ പ്ലാന്റ്സ് യു ക്യാൻ സീ ദാറ്റ് ദോസ് അഡാപ്റ്റേഷൻസ് അല്ലേ. ഈവൻ ഇൻ ആനിമൽസ് വി ഹാവ് ലേൺ ദാറ്റ് ദേ അഡാപ്റ്റ് ഇന്റേർണലി ആൻഡ് എക്സ്റ്റേർണലി. സോ 13 ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ബേസിക് യൂണിറ്റ് ഓഫ് പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ. സെൽ ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. അതും ശരിയല്ലേ. സോ 13 ക്വസ്റ്റ്യൻ ദി ആൻസർ ഇസ് ഓപ്ഷൻ 3. ബോത്ത് ദി ഓപ്ഷൻസ് ആർ correct. Next, the cells which becomes structurally and functionally specialized and lose the ability to divide are known as. സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവർക്ക് എന്താ പറയുക, ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്ത സെല്ലുകൾ, ഡിഫറൻഷിയേറ്റ് ചെയ്ത സെല്ലുകളെ നമ്മൾ എന്ത് പറയും? പെർമനൻറ്റ് സെൽസ് എന്ന് പറയാം, മെച്ചുവർ സെൽസ് എന്ന് പറയാം, ബോത്ത് 1 and 2 എന്ന് പറയാം, ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറയാം. ഇതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബോത്ത് 1 and 2, പെർമനൻറ്റ് സെൽസ്, മെച്ചുവർ സെൽസ്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഡിഫറൻഷിയേറ്റഡ് സെൽസ് എന്നും കൂടി പറയാം അല്ലേ. ഡിഫറൻഷിയേറ്റഡ് cells. I hope this is clear. 15th question. Axillary bud originates from.
ലാറ്ററൽ മെരിസ്റ്റം, റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, സെക്കൻഡറി മെരിസ്റ്റം. ആക്സിലറി ബഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെമ്മിൻ്റെ ആക്സിലിൽ ഉണ്ടാകുന്ന ബഡ്, നോഡിൻ്റെ അടുത്തായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടായി വരുന്ന ബഡാണ് ആക്സിലറി ബഡ് എന്ന് പറയുന്നത് അല്ലേ. അത് ആരിൽ നിന്നായിരിക്കും അപ്പോൾ ഉണ്ടാവുക? മക്കൾ പറഞ്ഞേ. ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം, കാരണം അതിൽ ഷൂട്ടിലാണ് ഉണ്ടാകുന്നത്. അപ്പിക്കൽ മെരിസ്റ്റം ഇങ്ങനെ വളർന്ന് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെ അതിങ്ങനെ സൈഡുകളിൽ ഇങ്ങനെ വെച്ചിട്ട് പോവും അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് ആക്സിലറി മെരിസ്റ്റംസ്, ആക്സിലറി ബഡൊക്കെ ഉണ്ടാകുന്നത്. 15 question, the answer is option 3. I hope this is clear. 16 question. Plant growth in height is due to the activity of plant growth in height. Okay, plant growth in height is due to the activity of apical meristem, lateral meristem, secondary meristem, cylindrical meristem. പ്ലാന്റിൻ്റെ ഹൈറ്റ് കൂട്ടുന്നത് ആരാണടാ? അപ്പിക്കൽ മെരിസ്റ്റം ആണ്. ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഷൂട്ടിൻ്റെ ഹൈറ്റ് നല്ലപോലെ കൂടുന്നത്. 17 question. The living mechanical tissue providing tensile strength is sclerenchyma, parenchyma, collenchyma, sclerid. Yes everyone, the living mechanical tissue, okay, the living mechanical tissue providing tensile strength അല്ലേ, സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? സ്ലെറൻകൈമ, പാരൻകൈമ, കോളൻകൈമ, സ്ലീറിഡ്. എല്ലാവരും പറഞ്ഞേ. യെസ്, കോളൻകൈമയാണ് അല്ലേ. യെസ്, കോളൻകൈമയാണ് മെക്കാനിക്കൽ സപ്പോർട്ട്, ഫ്ലെക്സിബിലിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ പ്ലാന്റ്സിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവരെ ലീഫിൻ്റെ പെഡിസെല്ലൊക്കെ കാണാൻ പറ്റുന്നത്. 18 question. വാസ്കുലാർ ബണ്ടിൽസ് ആർ സറൗണ്ടഡ് ഓൺ ഓൾ സൈഡ്സ് ബൈ എ സ്ലെറൻകൈമാറ്റസ് ഷീത്ത് ഇൻ ഡൈക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് സ്റ്റെം, മോണോക്കോട്ട് റൂട്ട്. ആരിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്? ഈ വാസ്കുലാർ ബണ്ടിലിൻ്റെ ചുറ്റിനും ഒരു സ്ലെറൻകൈമാറ്റസ് ഷീത്ത് ഇങ്ങനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് ആരിലാണ്? 18 question, the answer in monocot stem അല്ലേ. മോണോക്കോട്ട് സ്റ്റെം നമുക്കിത് കാണാൻ പറ്റുക. സോ 18 question, the answer is option 3. 19 question. The vascular bundles are called radial when xylem and phloem lie on different radii. Xylem surrounds phloem, phloem surrounds xylem, xylem and phloem lie on same radius. xylem phloem വേറെ വേറെ റേഡിയസിൽ അല്ലേ. ഇപ്പം ഇത് xylem ബണ്ടിൽസ് ഇങ്ങനെ 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 ഇങ്ങനെ, ഫ്ലോയം ബണ്ടിൽസ് അലോങ് ഡിഫറെൻറ്റ് റേഡിയായി അല്ലേ. ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന്, അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്? റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് റൂട്ടിലാണ്. ഇസൻറ്റ് ഇറ്റ് ഫിഷ് ഡോക്ടേഴ്സ്? യെസ്, നമുക്കത് കാണാൻ പറ്റുന്നത് റൂട്ടിലാണ്. സോ ഐ ഹോപ്പ് ദി കറക്റ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 1. xylem and phloem lie on different radii. The vascular bundles are called radial vascular bundles. 19th question, the answer is option 1. 20th question. Casparian stripe is formed by the deposition of pectin, cellulose, suberin, chitin. കാസ്പേറിയൻ സ്ട്രൈപ്പ് എന്തിൻ്റെ ഡെപ്പോസിഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒരു ഹൈലി എന്താ പറയുക വാട്ടർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള സുബേറിൻ്റെ ഡെപ്പോസിഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. സോ 20th question, the answer is option 3. അത് റൂട്ട്സിലാണ് കാണാൻ പറ്റുക അല്ലേ. യെസ്. Next question. Hypodermis of dicot stem consists of parenchyma, collenchyma, sclerenchyma, collenchyma. സ്റ്റെമ്മിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ഇവരാണ്. അപ്പോൾ ഹൈപ്പോഡെർമിസ് ഓഫ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഉള്ളത് ആരാണ് മക്കൾ പറഞ്ഞേ? കോളൻകൈമയാണ് അല്ലേ. യെസ്. 21st question, the answer is option 4, collenchyma. I hope this is clear. Now 22nd question. Buliform cells are found in dorsiventral leaves and help in photosynthesis. Buliform cells ne kuriച്ച് ഓൾറെഡി നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. are found in dorsiventral leaves and they help in minimizing water loss. അതാണ് കറക്റ്റ് അല്ലേ. they are found in isobilateral leaves and help in minimizing water loss. ഏതാണ് കറക്റ്റ്? യെസ്, are found in isobilateral. isobilateral leaf എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കുന്ന ലീഫ് അല്ലേ. അപ്പം ആ ലീഫാണ് ഏത്? നമ്മുടെ മോണോക്കോട്ട് ലീഫ്. നമുക്കറിയാം മോണോക്കോട്ട്സിൽ എന്താണ്, മോണോക്കോട്ട്സിലാണ് ഈ ബ്യൂളിഫോം സെൽസിൻ്റെ കേളിംഗ് ഇൻ ഓഫ് ലീവ്സ് ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സോ കറക്റ്റ് ആൻസർ ഷുഡ് ബി വാട്ട്? ഓപ്ഷൻ 3 ആണ് അല്ലേ. യെസ്, ബ്യൂളിഫോം സെൽസ് ആർ ഫൗണ്ട് ഇൻ ഐസോബൈലാറ്ററൽ ലീവ്സ് ആൻഡ് ഹെൽപ്പ് ഇൻ മിനിമൈസിങ് വാട്ടർ ലോസ്. 23rd question. Flesh of guava, apple, pear and sapota fruits are gritty due to. അവർക്ക് ആ ഒരു പ്രത്യേകതരം ഹാർഡ് നേച്ചർ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? xylem, parenchyma, sclerenchyma, sclerids. sclerids ഉള്ളത് കൊണ്ടല്ലേ. 23rd question, the answer is option 2 അല്ലേ. sclerids ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രത്യേക നേച്ചർ കിട്ടുന്നത്. 24th question. 2 to 4 exarch radial vascular bundles and small pith are found in. 2 to 4 exarch എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം. അതായത് പ്രോട്ടോസൈലം ഔട്ടും
മെറ്റാസൈലം ഉള്ളിലുമുള്ള അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ എക്സാർച്ച് സൈലം എന്ന് പറയുന്നത്. ഓക്കെ, സോ 2 to 4 എക്സാർച്ച് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് ആൻഡ് സ്മോൾ പിത്ത് ഭയങ്കര ഇൻകോൺസ്പീഷ്യസ് ആയിരിക്കും. അത് നമുക്ക് ആരിലാണ് കാണാൻ പറ്റുന്നത്? 24th question ഇൻ ഡൈക്കോട്ട് റൂട്ട് അല്ലേ? 24th question ദി ആൻസർ ഇസ് ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25th question. അപ്പോൾ നമ്മൾ പകുതി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നൗ വി ഹാവ് സം മോർ ക്വസ്റ്റ്യൻസ് ടു ഗോ. ഐസോബൈലാറ്ററൽ ലീവ്സ് ഹാവ്, ഐസോബൈലാറ്റർ എന്ന് പറയുമ്പോൾ മോണോകോട്ട് ലീഫ്. ദേ ഹാവ് മൾട്ടിപ്പിൾ എപ്പിഡെർമിസ്, അൺഡിഫറൻഷിയേറ്റഡ് മീസോഫിൽ, പാലിസേഡ് ആൻഡ് സ്പോഞ്ചി പാരൻകൈമ. പാലിസേഡ് അവർക്ക് പാലിസേഡ് സ്പോഞ്ചി ഇല്ല, അത് നമുക്ക് ഡൈക്കോട്ട് ലീഫിലാണ് കാണാൻ പറ്റുക. സോ ദേ ഹാവ് അൺഡിഫറൻഷിയേറ്റഡ് മീസോഫിൽ അല്ലേ? മീസോഫിൽ ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ഓർ സ്പോഞ്ചി പാരൻകൈമ. സോ 25th question ദി ആൻസർ ഇസ് ഓപ്ഷൻ 2. 26th question. Meiotic division occurs at which stage of ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്? ബ്രയോഫൈറ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ഏത് സ്റ്റേജിലാണ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്? ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ഗാമെറ്റ്സ്, ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സ്പോറോഫൈറ്റ് പ്ലാന്റ് ബോഡി, ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സ്പോർസ്, ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ഗാമറ്റോഫൈറ്റ് പ്ലാന്റ് ബോഡി ഫ്രം ദ സ്പോർസ്. ഏത് സ്റ്റേജിലാണ് മിയോസിസ് നടക്കുക? നമുക്കറിയാം, നമുക്ക് അവരിൽ നിന്നും ഒരു ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് കിട്ടും. മക്കൾ ഓർക്കുന്നില്ലേ? യെസ്, അതായത് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഇത് അവരുടെ ഗാമറ്റോഫൈറ്റ് അല്ലേ? യെസ്, ഇതിൽ നിന്നും ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് വരും. ഗാമറ്റോഫൈറ്റ് ഇസ് ഹാപ്ലോയിഡ് ആൻഡ് സ്പോറോഫൈറ്റ് ഇസ് ഡിപ്ലോയിഡ്. ഇതിൻ്റെ ഉള്ളിലാണ് സ്പോർസ് ഉള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിലല്ലേ മിയോസിസ് നടക്കുക? ഇവിടെ മിയോസിസ് നടന്നിട്ട്, ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ മിയോസിസ് നടന്നിട്ടാണ് നമുക്ക് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് കിട്ടുക. അപ്പോൾ ഏത് സ്റ്റേജിലാണ് നടക്കുന്നത് മക്കൾ പറഞ്ഞേ? യെസ്, ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സ്പോർസ് അല്ലേ? ആ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ സ്പോർസ് ഫോം ചെയ്ത് അവർ റിലീസ് ആവേണ്ട സമയത്ത് അപ്പോഴാണ് മിയോസിസ് നടന്ന് പുറത്തേക്ക് നമുക്ക് ഹാപ്ലോയിഡ് സ്പോർസിനെ കിട്ടുന്നത്. സോ 26th question ദി ആൻസർ ഇസ് ഓപ്ഷൻ 3. 27th question. എ പ്ലാനോ സ്പോർസ് ആർ. നമ്മൾക്കറിയാം, നമ്മളുടെ ഫംഗസിലും നമ്മുടെ ആൽഗയിലും ഇവരിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർസ് ഉണ്ട്. സെക്ഷൽ ആൻഡ് ഏസെക്ഷൽ സ്പോർസ് ഉണ്ട്. അതിലൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്പോർ എ പ്ലാനോസ്പോർസ്. ദേ ആർ നോൺ മൊട്ടൈൽ ആൻഡ് എൻഡോജീനസ് അല്ലേ? ഉള്ളിലുണ്ടാകുന്ന സ്പൊറാൻഡിയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഫ്ലജല്ല ഇല്ലാത്ത വെറും നോൺ മൊട്ടൈൽ സ്പോർസ് ആണ് എന്ത്? എ പ്ലാനോസ്പോർസ്. സോ നോൺ മൊട്ടൈൽ ആൻഡ് എൻഡോജിനസ് ആണ്. 27th question ദി ആൻസർ ഇസ് ഓപ്ഷൻ 2. 28th question. സെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് എക്സോജീനസ്ലി ഇൻ അഗാരിക്കസ്, യീസ്റ്റ്, ന്യൂറോസ്പോറ, ക്ലാവിസെപ്സ്. 28th question. സെക്ഷൽ സ്പോർസ് പുറത്തേക്ക് എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരിലാണ്? അഗാരിക്കസിലാണ് അല്ലേ? അഗാരിക്കസ് ഇസ് എ മെമ്പർ ഓഫ് ബാസിഡിയോമൈസിറ്റിസ്. അപ്പം അവരുടെ ബാസിഡിയത്തിലാണ് എന്തുണ്ടാകുന്നത്? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാസിഡിയോ സ്പോർസ് എക്സോജീനസ്ലി ദേ ആർ ബോൺ. സോ 28th question ദി ആൻസർ ഇസ് ഓപ്ഷൻ 1. ബാക്കിയുള്ളവരും മറ്റു ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സ് ആണ് അല്ലേ? 29th question. Which kingdom's boundaries cannot be defined? Monera, Protista, Fungi, Animalia. ഇതിൽ ആരുടെ ബൗണ്ടറീസ് ആണ് ക്ലിയർലി ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്? കിങ്ഡം പ്രൊട്ടിസ്റ്റൻ്റെ. ബിക്കോസ് കുറേ കാലം അവരിലെ പല മെമ്പേഴ്സിനെ കുറിച്ചും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ദേ ഹാവ്, കുറേ പേർക്ക് ബാക്ടീരിയൽ ക്യാരക്ടറിസ്റ്റിക് ഉള്ളവരുണ്ട് മൊണേറൻസിൻ്റെ, കുറേ പേർക്ക് ഫംഗസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും സാപ്രോഫൈറ്റ്സ് ആയിട്ടുള്ള സ്ലൈമോൾസ് ഒക്കെ ഉണ്ട്. ആൻഡ് കുറേ പേർക്ക് ഫോട്ടോസിന്തസിസ് നടത്തുന്ന പ്ലാന്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരുണ്ട് അല്ലേ? അങ്ങനെ എല്ലാം ഉള്ളത് കൊണ്ട് ഫംഗസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരും ഉണ്ടായിരുന്നു. സോ ദേ ആർ ലൈക്ക് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് കിങ്ഡംസ്, isn't it? 29th question. 30th question. In Bougainvillea, thorns are the modifications of stipules, adventitious root, stem, leaf. Thorns എന്ന് പറയുന്നത് പ്ലാന്റ് അതിൻ്റെ ഡിഫെൻസിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യുന്നതാണ്. എന്തിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? വാട്ട് ആർ ദേ മോഡിഫൈയിങ്? ദേ ആർ മോഡിഫൈയിങ് ദ സ്റ്റെം, isn't it? സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ ആണ് അല്ലേ? സ്റ്റെമ്മ് ഫോം ചെയ്യുന്നതിന് പകരം അവിടെ ഒരു തോൺ ഫോം ചെയ്യും. ഇത് നമുക്ക് ബോഗൺവില്ലയും ഉണ്ട്, സിട്രസിൽ നമുക്കിത് കാണാൻ പറ്റും. വെക്സിലറി എസ്റ്റിവേഷൻ ഈസ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ അല്ലേ? നമ്മളിത് പഠിച്ചതല്ലേ? ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്, isn't it, future doctors? Aerial stem modification ആണ്. 31st question. Vexillary estivation is characteristic of the family Asteraceae, Poaceae, Brassicaceae, Fabaceae. Vexillary estivation ആരുടെ പ്രത്യേകതയാണ്? വെക്സിലറി ഈസ്റ്റിവേഷൻ നമുക്കറിയാം, നമ്മളതിന് പാപ്പിലോനേഷ്യസ് ഈസ്റ്റിവേഷൻ എന്ന് പറയും. ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽ, 2 കീൽ പെറ്റൽ അല്ലേ? 1+2+, 2 പേര് ഫ്യൂസ് ചെയ്തിരിക്കുന്നു. അത് ആസ്ട്രേസിയെ, പോയേസിയെ, ബ്രാസിക്കേസിയെ, ഫേബേസിയെ, ലെഗ്യൂംസിലാണ് അല്ലേ? നമുക്ക്
പറയുന്നത് അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ 31st question the answer is option 4. 32nd question capitulum inflorescens is a characteristic feature of the family. capitulum inflorescens എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളതിനെ ഹെഡ് ഇൻഫ്ലോറസെൻസ് എന്ന് പറയും. ഒരേ പൂങ്കുലയിൽ തന്നെ നമുക്ക് സൈഡുകളിലേക്ക് ഒരു ടൈപ്പ് ഫ്ലവേഴ്സും നടുവിലേക്ക് ഒരു ടൈപ്പ് ഫ്ലവേഴ്സും നിൽക്കുന്ന കാണാൻ പറ്റും. അങ്ങനെയുള്ള ഇൻഫ്ലോറസെൻസിനാണ് നമ്മൾ ക്യാപിറ്റുലം ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. അത് ഏത് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്? ആസ്റ്ററേസിയെ, ഫേബേസിയെ, പോയേസിയെ, ബ്രാസിക്കേസിയെ. നമ്മുടെ സൺഫ്ലവർ ഫാമിലി ആയിട്ടുള്ള ആസ്റ്ററേസിയയിലാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. Isn't it future doctors? I hope this is clear to all of you. Okay, so capitulum inflorescens is characteristic feature of the family Asteraceae അല്ലെങ്കിൽ Compositae, sunflower family. 33rd question find out the incorrect match. ഇതിൽ റോങ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്? അതായത് കാസിയ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ, ലേഡീസ് ഫിംഗർ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ, കാലോട്രോഫിസ് വെക്സിലറി ഈസ്റ്റിവേഷൻ, ആൽസ്റ്റോണിയ വേൾഡ് ഫിലോടാക്സി. ആൽസ്റ്റോണിയ വേൾഡ് ഫിലോടാക്സിയുടെ എക്സാമ്പിളാണ് നമുക്കറിയാം. ഞാൻ നിങ്ങൾക്ക് കുറേ കോഡൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാസിയ അവർക്ക് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ്, ലേഡീസ് ഫിംഗർ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ ആണ്, കാലോട്രോഫിസിന് വെക്സിലറി ഈസ്റ്റിവേഷൻ ആണോ? യെസ്. വാട്ട് ഈസ് വെക്സിലറി ഈസ്റ്റിവേഷൻ? ഞാനിപ്പോൾ പറഞ്ഞ പാപ്പിലോണേഷ്യസ് അല്ലേ, ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, ഒരു വിങ് പെറ്റൽ, ഒരു കീൽ പെറ്റൽ. അത് ഇതിൻ്റെ ആൻസർ അല്ല. isn't it? കാലോട്രോഫിസിന് വെക്സിലറി ഈസ്റ്റിവേഷൻ അല്ല. സോ ദിസ് ഓപ്ഷൻ ഇസ് റോങ്. isn't it? 34th question the reserve food material in bean seed is in its plumule, radicle, endosperm, cotyledon. നമ്മുടെ ബീൻ സീഡ് എന്ന് പറയുന്നത് ലെഗ്യൂമാണ്. അത് നോൺ എൻഡോസ്പെർമിക് ആണ്, നോൺ ആൽബുമിനസ് ആണ്. സോ എൻഡോസ്പെർമിൽ ഫുഡ് സ്റ്റോർ ചെയ്തിട്ടില്ല, പക്ഷേ ഫുഡ് സ്റ്റോർ ഇൻ ദ cotyledons അല്ലേ, ഡൈക്കോട്ടാണ്. സോ ദേ ഹാവ് ഫുഡ് സ്റ്റോർ ഇൻ 2 cotyledons. isn't it? I hope this is clear to everybody. Now 35th question stamens fused with petals are known as. stamensum petalsum കൂടി ഫ്യൂസ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അതിന് എന്താ പറയുക മക്കൾ പറഞ്ഞേ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. stamens when they are fused with petals are known as എപ്പിപെറ്റാലസ്, ഗാമോപെറ്റാലസ്, പോളിപെറ്റാലസ്, എപ്പിഫിലസ്. സ്റ്റേമൻസും പെറ്റൽസും തമ്മിൽ ഫ്യൂസ് ചെയ്തിരിക്കുമ്പോൾ നമ്മളതിനെ എപ്പിപെറ്റാലസ് എന്ന് പറയും അല്ലേ, എപ്പിപെറ്റാലസ് എന്ന് പറയും. സോ 35th question the answer is option 1. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇതിലങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കാനൊന്നുമില്ല. 36th question in sweet potato food is stored in tap roots, adventitious roots, stem, അണ്ടർഗ്രൗണ്ട് സ്റ്റെം. സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് അഡ്വെൻറ്റീഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ 36th question the answer is option 2 ആണ്. 37th question ന്യൂമാറ്റോഫോർസ് ആർ ഫൗണ്ട് ഇൻ. ന്യൂമാറ്റോഫോർസ് ആർ നത്തിങ് ബട്ട് റെസ്പിറേറ്ററി റൂട്ട്സ്. ചില ഹാലോഫിലിക് പ്ലാന്റ്സിന് മണ്ണിൽ നിന്ന് ആവശ്യത്തിന് ന്യൂട്രിയൻസും വെള്ളവും ഒന്നും വലിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഓക്സിജൻ റിക്വയർമെൻറ്റിനായിട്ട് അവരുടെ റൂട്ട്സിനെ അവർ പുറത്തേക്ക് എയറിലേക്ക് ഇങ്ങനെ നിർത്തും അല്ലേ. ഇത് മെയിൻ ട്രീ ആണെങ്കിൽ ഈ മെയിൻ ട്രീ ഇരിക്കുന്നത് വെള്ളത്തിലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ റൂട്ട് ഇതാ ഇങ്ങനെ പോയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയുള്ള റൂട്ട്സിൽ ചില ഓപ്പണിങ്സ് ഉണ്ടാകും. ആ ഓപ്പണിങ്സിനാണ് നമ്മൾ ലെൻറ്റിസെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി അവർ ഓക്സിജനെയൊക്കെ ഉള്ളിലേക്ക് എടുക്കും. നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ മാംഗ്രൂവ് ഫോറസ്റ്റ്, കണ്ടൽക്കാടുകളിലുള്ള ചെടികളിലാണ് റൈസോഫോറ, അവിസീനിയ. അങ്ങനെ 2 എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. 37th question the answer is option 4. 38th question petiole of Australian acacia helps in. ഓസ്ട്രേലിയൻ അക്കേഷ്യ നമ്മൾ petiole മോഡിഫിക്കേഷനിൽ പഠിച്ചതാണ്. സോ ഇൻ ദിസ് പ്ലാന്റ് അവരുടെ മെയിൻ ലീഫ് ഷോർട്ട് ലിവ്ഡ് ആയത് കാരണം petiole ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തൊരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് അവരാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ്. കറക്റ്റ്. സോ 38th question the answer is option 2. I hope this is clear. 39th question a plant bearing solitary flower is. ഒരൊറ്റ സിംഗിൾ ഫ്ലവർ, സോളിറ്ററി ഇൻഫ്ലോറസെൻസ് എന്ന് പറയും. ചൈന റോസ്, ഡാലിയ, ജാസ്മിൻ, സൺഫ്ലവർ. ഇതിൽ ആർക്കാണ് സോളിറ്ററി ഇൻഫ്ലോറസെൻസ്? സൺഫ്ലവറും ഡാലിയും ഒക്കെ നമുക്കറിയാം. സൺഫ്ലവറൊക്കെ എന്താണ്, ക്യാപിറ്റുലം ഇൻഫ്ലോറസെൻസ് ആണ്. അതുപോലെ ചൈന റോസ് ഒറ്റ ഫ്ലവറാണ്, സിംഗിൾ ഫ്ലവറാണ് അല്ലേ. സോ 39th question the answer is option 1. 40th question മാച്ച് കോളം 1 with കോളം 2. മാർജിനൽ പ്ലാസൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തിലാണ്? പ്ലാസൻറ്റ ഫോംസ് എ റിഡ്ജ് അലോങ് ദ വെൻട്രൽ സ്യൂച്ചർ ഓഫ് ദി ഓവറി, ഫോൾസ് സെപ്റ്റം. യെസ്, അപ്പം പ്ലാസൻറ്റ ഒരു റിഡ്ജ് ഫോം ചെയ്ത് അതിലേക്കാണ് 2 സൈഡിലേക്ക് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്യുന്നത്. A3 ആണ് നമുക്ക് മനസ്സിലായി. അപ്പം A3 ആയിട്ടുള്ള ഏതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? A3 ആയിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്, 3 ഉം 4. ബാക്കി 2 നമ്മൾ അല്ല A3 ആയിട്ടുള്ള 3 എണ്ണം ഉണ്ട് അല്ലേ. ബി നോക്കുകയാണെങ്കിലോ
ആക്സൈൽ പ്ലാസൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന ടൊമാറ്റോയിലും ലെമണിലും ആണ്. അപ്പം B4 ആണെന്ന് മനസ്സിലായി. A3 B4 ഉള്ളത് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. സി എന്ന് പറയുന്നത് പാരിയേറ്റൽ പ്ലാസൻറ്റേഷൻ, സിംഗിൾ ഓവ്യൂൾ ഇസ് പ്രസൻറ്റ്, ഫോൾസ് സെപ്റ്റം ഫോം ചെയ്യും അല്ലേ പാരിയേറ്റൽ പ്ലാസൻറ്റേഷൻ. അത് നമുക്ക് മസ്റ്റർഡിലും ആർജിമോനിലുമാണ് കാണാൻ പറ്റുക. അപ്പോൾ C2 ആണെന്ന് നമുക്ക് മനസ്സിലായി. A3 B4 C2 ഉള്ളത് ഓപ്ഷൻ 3 ഉള്ളൂ. ബേസൽ പ്ലാസൻറ്റേഷൻ സിംഗിൾ ഓവ്യൂൾ. അപ്പോൾ D1 ആണ്. ഓപ്ഷൻ 3 ആണ് 40th ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 41st ക്വസ്റ്റ്യൻ, പോളിസെപ്പാലസ് represents the presence of poly, many അല്ലേ, സെപ്പൽസ് പറഞ്ഞാൽ മെനി സെപ്പൽസ്, ഫ്യൂസ് സെപ്പൽസ്, ഫ്രീ സെപ്പൽസ്, ഫ്യൂസ് പെറ്റൽസ്, ഫ്രീ പെറ്റൽസ്. ഫ്രീ സെപ്പൽസ് ആണ് അല്ലേ, നമുക്ക് കുറേ സെപ്പൽസ് ഉണ്ട്, അവരെല്ലാവരും ഫ്രീ ആയിട്ട് നിൽക്കുന്നു. ആ കണ്ടീഷനെയാണ് നമ്മൾ പോളിസെപ്പാലസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. 41st ക്വസ്റ്റ്യൻ ദി ആൻസർ ഇസ് ഓപ്ഷൻ 2. 42nd ക്വസ്റ്റ്യൻ, how many of the following statement regarding gymnosperms are incorrect? തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. യെസ് എവ്രി വൺ. അപ്പോൾ ജിംനോസ്പേംസ് ആർ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്, ഇത് ശരിയാണ്. കാരണം അവർക്ക് ഫ്ലവർ ഇല്ല, അതുകൊണ്ട് അവരുടെ സീഡിനെ ഫ്രൂട്ടിൻ്റെ ഉള്ളിലൊന്നും പ്രൊട്ടക്ട് ചെയ്തൊന്നും വെക്കാൻ പറ്റില്ല. ദേ ഹാവ് നേക്കഡ് സീഡ്സ്. The leaves are well adapted to withstand extreme temperature. Needle-like leaf increases the surface area. Leaves are well adapted to withstand extreme temperature. Okay. നീഡിൽ ലൈക്ക് ലീവ്സ് ഇൻക്രീസ് സർഫസ് ഏരിയ. ഇൻക്രീസ് സർഫസ് ഏരിയ ആണോ ചെയ്യുന്നത് നീഡിൽ ലൈക്ക് ലീവ്സ്? ദി ഡിക്രീസ് ദ സർഫസ് ഏരിയ അല്ലേ. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻഡ് most of the gymnosperms are heterosporous but very few are homosporous. ആക്ച്വലി ജിംനോസ്പേംസിൽ എല്ലാവരും ഹെറ്ററോസ്പോറസ് അല്ലേ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. the reduced male gametes are pollen grains അല്ലേ. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്, അതും തെറ്റാണ്. സൈക്കസ് ഈസ് മോണോയേഷ്യസ് പ്ലാന്റ്. സൈക്കസ് ഈസ് നോട്ട് മോണോയേഷ്യസ്, സൈക്കസ് ഇസ് ഡൈയേഷ്യസ്, പൈനസ് ഇസ് മോണോയേഷ്യസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റാണ്. സോ 1 2 3 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റോങ്. സോ 42nd ക്വസ്റ്റ്യൻ ദി ആൻസർ ഇസ് ഓപ്ഷൻ 4. 43rd ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ന്യൂറിസ്പോറ, പാരസൈറ്റിക് ലൈഫ്, സെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് എൻഡോജീനസ്ലി, സെക്സ് ഓർഗൻസ് ആബ്സെന്റ്. ഇവരിൽ സെക്ഷൽ സ്പോർസ് എൻഡോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ P2 ആണ് നമുക്ക് മനസ്സിലായി. P2 ആയിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 2 അല്ലേ. Q എന്ന് പറയുന്നത് എന്താണ്? ഹോസ്റ്റിലാഗോ, സെക്സ് ഓർഗൻസ് ആർ ആബ്സെന്റ്. യെസ് കറക്റ്റ്, Q3 ആണ്. ആൽബ്യൂഗോ ഇസ് എ പാരസൈറ്റിക് ഫഞ്ചൈ, അസുഖങ്ങൾ ഉണ്ടാക്കാറുണ്ട് പ്ലാന്റ്സിൽ. R1 ആണ്. ആൻഡ് ട്രൈക്കോഡെർമ ഈസ് ബിലോങ്ങിങ് ടു ഫഞ്ചൈ ഇംപെർഫെക്റ്റൈ അല്ലേ. യെസ്, ഡ്യൂട്ടീരിയോമൈസിറ്റിസ്. സോ S is 4. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 43rd ക്വസ്റ്റ്യൻ, 44th ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ആണ്. വൈറസ് ഇസ് നോട്ട് കൺസിഡർഡ് ആസ് എ ലിവിങ് ഓർഗാനിസം. റീസൺ ബിക്കോസ് വൈറസ് ഡു നോട്ട് ഹാവ് എ സെൽ സ്ട്രക്ചർ. ശരിയല്ലേ, അവർക്കൊരു സെല്ലുലാർ സ്ട്രക്ചർ ഒന്നുമില്ലല്ലോ. ദേ ആർ എ സെല്ലുലാർ ഏജൻസ് അല്ലേ. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. 45th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. മസ്റ്റർഡ് ഫ്ലവർ ഇസ് ഹൈപ്പോഗൈനസ്. ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ഓവറി സുപ്പീരിയർ ആണ്. ഓവറി സുപ്പീരിയർ ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ്. എന്ത്? there is mustard in that അല്ലേ. അപ്പോൾ mustard is a hypogynous flower. ശരിയാണ്. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. സോ A കറക്റ്റ് ആണ്. റോസ് ഫ്ലവർ ഇസ് പെരിഗൈനസ്. പ്ലം, പീച്ച്, റോസ്, ഹാഫ് ഇൻഫീരിയർ ഓവറി നമ്മൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പഠിച്ചതാണ്. B ശരിയാണ്. ചൈന റോസ് ഫ്ലവർ ഈസ് ഹൈപ്പോഗൈനസ് അല്ലേ. ചൈന റോസ്, ബ്രിഞ്ചോൾ, മസ്റ്റേർഡ്. അപ്പോൾ ശരിയല്ലേ? യെസ്, അതും ഹൈപ്പോഗൈനസ് ആണ്, ഓവറി സുപ്പീരിയർ ആണ്. അപ്പം എയും ബിയും സിയും മൂന്നും കറക്റ്റ് ആണ് അല്ലേ. 45th ക്വസ്റ്റ്യൻ, A B C all 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഐ ഹോപ്പ് യു റിമെമ്പർ ദിസ് ചിൽഡ്രൻ. കാരണം നമ്മൾ പഠിച്ചു എപ്പിഗൈനസ് ഫ്ലവറിനെ ഓവറി സുപ്പീരിയർ ആയിട്ടുള്ള ഹൈപ്പോഗൈനസ് ഫ്ലവറിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ് ചൈന റോസ്, ബ്രിഞ്ചോൾ ആൻഡ് മസ്റ്റേർഡ്. പെരിഗൈനസിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ് പ്ലം, പീച്ച് ആൻഡ് റോസ്. ആൻഡ് എപ്പിഗൈനസിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ് ray florets of sunflower, guava and cucumber. I hope you remember that. Okay, and now next question, 46th question. Read the following matches regarding the placentation. Argemone, axile placentation, China rose. അത് ആർജിമോണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പാരിയേറ്റൽ പ്ലാസൻറ്റേഷൻ അല്ലേ. അപ്പം 1 എന്ന് പറയുന്നത് പാരിയേറ്റലാണ്. ഇതിൽ ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദീസ് ആർ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തെറ്റാണ് അല്ലേ. അതായത് ഇത് തെറ്റാണ്. ചൈന റോസിൽ ഫ്രീ സെൻട്രൽ അല്ല, ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആണ്. ലെമണിൽ നമുക്ക് ആക്സൈൽ പ്ലാസൻറ്റേഷൻ കാണാൻ പറ്റും. മസ്റ്റഡിൽ നമുക്ക് പാരിയേറ്റിൽ കാണാൻ പറ്റും. സോ 3ഉം 4ഉം കറക്റ്റ് ആണ് അല്ലേ. 3 and 4 ആർ കറക്റ്റ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. 46th ക്വസ്റ്റ്യൻ ദി ആൻസർ ഇസ് ഓപ്ഷൻ
47 question, read the following matches. ഇതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഡെറ്റൂര, ആക്ടിനോമോർഫിക് ഫ്ലവർ. ആക്ടിനോമോർഫിക് ഫ്ലവറിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് ഏതാണ്? യെസ്, ചില്ലി ഡെറ്റൂര മസ്റ്റഡ് അല്ലേ? സോ ഇറ്റ്സ് ആൻ ആക്ടിനോമോർഫിക് ഫ്ലവർ. കാന ഈസ് നോട്ട് സൈഗോമോർഫിക്, ഇറ്റ് ഈസ് അസിമെട്രിക്. ഗുൽമോഹർ ഈസ് എ സൈഗോമോർഫിക് ഫ്ലവർ. അത് ശരിയാണ് അല്ലേ? കാരണം കാസിയ, ഗുൽമോഹർ, പി ബീൻ അല്ലേ, അവരൊക്കെ സൈഗോമോർഫിക് ഫ്ലവേഴ്സ് ആണ്. കാസിയ അസിമെട്രിക് അല്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1 and 3. 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ 2 ആണ് 47 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 48th ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ബിലോങ് ടു വിച്ച് ഓപ്ഷൻ? Cortex is made up of several layers of thin wall parenchyma cells with intercellular spaces. Okay. Endodermis അല്ലേ, നമുക്കറിയാം. അത് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് നമ്മൾ അനാട്ടമി ഓഫ് റൂട്ട് പഠിക്കുമ്പോൾ ആദ്യം തന്നെ പഠിക്കുന്നത് നമ്മൾ ഡൈക്കോട്ട് റൂട്ട് ആണ്. എൻഡോഡെർമിസ് മെയ്ഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് ബാരൽ ഷേപ്ഡ് സെൽസ്, കാസ്പേരിയൻ സ്ട്രൈപ്സ് അല്ലേ, അത് ഇവരുടെ പ്രത്യേകതയാണ് റൂട്ടിൻ്റെ. ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വാൾ പാരൻകൈമ സെൽസ് ഫോംസ് പെരിസൈക്കിൾ. പിത്ത് സ്മോൾ ഓർ ഇൻകോൺസ്പീഷ്യസ്. കോൺജങ്ക്റ്റീവ് ടിഷ്യൂ ഇസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ വാസ്കുലർ ബണ്ടിൽ. 2 to 4 സൈലം, ഡയാർച്ച് ഓർ ടെട്രാറ്റ് അല്ലേ, സൈലം ടെട്രാറ്റ്, സ്റ്റൈറോം ആൻഡ് ഫ്ലോയം പാച്ചസ്. ഇതെല്ലാം ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഫീച്ചേഴ്സാണ്. 48th question, the answer is option 1. 49th question, select true or false. Epidermis is usually single layered. Yes, correct. Epidermal cells are parenchymatous cells with abundant cytoplasm. അതും ശരിയാണ്. Vessel members of xylem, okay, once again നമുക്ക് ഒന്നും കൂടി നോക്കാം. 49th question, we have to select true or false അല്ലേ? Yes, okay. Epidermis is usually single layered. അത് ശരിയാണ്. That is true. Epidermal cells are parenchymatous cells with abundant cytoplasm അല്ല, അത് false ആണ്. And we have vessel members of xylem interconnected through perforations in their common walls. True ആണ്. Sclerenchyma provides mechanical support to organs. അതും true ആണ്. So correct answer is what? True, false, true, true. True, false, true, true വരുന്നത് option 3 ആണ്. 49th question, the answer is option 3. Last question, 50th question. Consider the following statements and select the correct option. A region of maturation is distal to the elongation region. Region of maturation is proximal to the region of elongation. ഇത് തെറ്റാണ്. The leaflets are arranged at a common point in silk cotton അല്ലേ, അവർക്കപ്പം എന്ത് palmately compound leaf ആണ് ഉള്ളത്. China rose and tomato possess axile placentation. അത് ശരിയാണ്. The ploidy level of coleoptile is triploid. coleoptile എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ മോണോക്കോട്ട് എംബ്രിയോയിൻ്റെ ഉള്ളിൽ ഈ പ്ലുമ്യൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. അത് ട്രിപ്ലോയിഡ് അല്ലല്ലോ. ഓക്കെ, അപ്പം എൻഡോസ്പേം അല്ലേ ട്രിപ്ലോയിഡ് ആവേണ്ടത്. സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഇതിൽ ബിയും സിയും കറക്റ്റ് ആണ് അല്ലേ. സോ 50th question, the answer is option 1. B and C are correct. So thank you so much my dear students. എല്ലാവരും GIBയിൽ നന്നായിട്ട് എഴുതുന്നു വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ആൻഡ് ആൻസേഴ്സ് ഒക്കെ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം അടിപൊളിയായിട്ട് പഠിക്കൽ കണ്ടിന്യൂ ചെയ്യുക. All the very best and bye-bye.